മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ വിവാഹമോചന കേസുകൾ അപൂർവമായിരുന്നെങ്കിൽ ഇന്നത് സർവ്വസാധാരണമായിരിക്കുന്നു. രണ്ടുപേർക്ക് ഒത്തുപോകാനാകില്ലെങ്കിൽ വേർപിരിയുന്നത് തന്നെയാണ് ഉചിതമെന്നതിൽ സംശയമില്ല. എന്നാൽ ചിലരെങ്കിലും ഈ വേർപിരിയലിനെ അതീവ വൈരാഗ്യബുദ്ധിയോടെയാണ് സമീപിക്കുന്നത്. പകമൂത്ത് പരസ്പരം ആക്രമിക്കൽ, ഇല്ലാക്കഥകൾ മെനഞ്ഞ് നാണം കെടുത്തൽ, കോടതി മുറികളിൽ വർഷങ്ങളോളം നീളുന്ന നിയമയുദ്ധങ്ങൾ, ഇങ്ങനെ പോകുന്നു ദാമ്പത്യ പ്രശ്നങ്ങളുടെ ബാക്കി പത്രങ്ങൾ. ഇത്തരം കുടുംബ പ്രശ്നങ്ങളിൽ ഏറ്റവും അധികം ഇരകളാക്കപ്പെടുന്നത് കുട്ടികളാണ്. മക്കളുടെ സംരക്ഷണം സംബന്ധിച്ച കോടതി വിധിക്ക് പിന്നാലെ കണ്ണൂരിലുണ്ടായത് ഏറെ നടുക്കമുണ്ടാക്കുന്ന സംഭവമാണ്. 2 പിഞ്ചോമനുകളുടെ ജീവനെടുത്ത് അച്ഛനും മുത്തശ്ശിയും ജീവനൊടുക്കിയപ്പോൾ ആരോപണങ്ങളുടെ മുന നീളുന്നത് കുട്ടികളുടെ അമ്മയുടെ നേരെയാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് പോലീസ് പട്രോളിൽ ആദ്യം. സ്വാഗതം. കണ്ണൂർ രാമന്തളിയിൽ 2 കുഞ്ഞുങ്ങളെ കൊന്ന് അച്ഛനും മുത്തശ്ശിയും ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്തു. ഭാര്യയും ഭാര്യയുടെ അമ്മയും സഹോദരനുമാണ് തൻ്റെയും മക്കളുടെയും മരണത്തിന് പൂർണ്ണ ഉത്തരവാദികളെന്നാണ് കലാധരൻ എഴുതിയ കുറിപ്പിലുള്ളത്. താങ്ങാവുന്നതിലും അധികമായതിനാലാണ് ആത്മഹത്യ ചെയ്യുന്നത്. എല്ലാ തെളിവുകളും ഫോണിലുണ്ട് എന്ന് പറയുന്ന കലാധരൻ മൊബൈൽ തുറക്കുന്നതിനുള്ള പാറ്റേണും ആത്മഹത്യാക്കുറിപ്പിൽ വരച്ചു വെച്ചിട്ടുണ്ട്. മക്കളെ ഉപദ്രവിച്ചതിൻ്റെ തെളിവുകൾ പരിഗണിക്കാതെയാണ് കുട്ടികളെ ഭാര്യയുടെ കൂടെ അയക്കാൻ കോടതി ഉത്തരവിട്ടതെന്നും കുറിപ്പിൽ പറയുന്നു. കോടതി വിധിക്ക് പിന്നാലെ കലാധരന്റെ ഭാര്യ നയൻതാര മക്കളെ ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തിയതായി ബന്ധുക്കളും പറഞ്ഞു. പോലീസും വീട്ടിലെത്തി ഇക്കാര്യം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് നാടിനെ നടുക്കിയ കൂട്ടമരണം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് രാമന്തളി വടക്കുംപാട് റോഡിന് സമീപം കൊയ്ത്തിട്ട താഴത്തെ വീട്ടിൽ KT കലാധരൻ, അമ്മ ഉഷ, കലാധരന്റെ മക്കളായ 5 വയസ്സുകാരി ഹിമ, 2 വയസ്സുള്ള കണ്ണൻ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രി 9ഓടെ ഉഷയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ വീട്ടിലെത്തിയപ്പോൾ വീട് അടച്ച നിലയിലാണ് കണ്ടത്. വീടിന് മുന്നിൽ ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി. തുടർന്ന് ഉണ്ണികൃഷ്ണൻ കത്തുമായി പോലീസ് സ്റ്റേഷനിലെത്തുകയായിരുന്നു. പോലീസെത്തി വീട് തുറന്നു നോക്കിയപ്പോഴാണ് ഉഷയെയും കലാധരനെയും കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും കുട്ടികളെ നിരത്ത് മരിച്ചു കിടക്കുന്ന നിലയിലും കണ്ടെത്തിയത്. മുറിയിലെ മേശയിൽ കീടനാശിനിയുടെ കുപ്പി പോലീസ് കണ്ടെത്തി. പാലിൽ കീടനാശിനി കലർത്തി കുട്ടികൾക്ക് നൽകിയെന്നാണ് പോലീസിന്റെ നിഗമനം. ഭാര്യയും കലാധരനും തമ്മിൽ കുടുംബ കോടതിയിൽ കേസ് നിലവിലുണ്ട്. കുട്ടികളെ ഭാര്യയ്ക്കൊപ്പം വിടാൻ കോടതി വിധിച്ചിരുന്നു. ഇതാകാം മരണകാരണമെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. അതേസമയം കൂട്ടാത്മഹത്യയ്ക്ക് പിന്നിൽ കലാധരന്റെ ഭാര്യയാണെന്നാരോപിച്ച് കുടുംബം രംഗത്തെത്തി. കോടതി ഉത്തരവ് പ്രകാരം കുട്ടികളെ വിട്ടുകിട്ടാൻ ഭാര്യ നിരന്തരം ആവശ്യപ്പെടുമായിരുന്നു. നിരവധി തവണ പോലീസിൽ പരാതി നൽകി ബുദ്ധിമുട്ടിച്ചു. കുട്ടികൾക്ക് അച്ഛൻ്റെ കൂടെ നിൽക്കാനായിരുന്നു താല്പര്യമെന്നും ബന്ധുക്കൾ പറയുന്നു. കുട്ടീനെ തരില്ല, കുട്ടികളെ തരില്ല, ഇങ്ങോട്ട് തരില്ല. കുട്ടികളാണെങ്കിൽ ഇരുന്ന് കളിച്ച് വളർന്ന കുട്ടികൾക്ക് അവിടെ ഇഷ്ടമല്ല, അവിടെ നിൽക്കാൻ ഇഷ്ടമല്ല. ഈ മൂത്ത കുട്ടിക്ക് പ്രത്യേകിച്ചും ഇവിടെ തന്നെ കളിച്ച് വളർന്ന കുട്ടിയാണ്. അങ്ങനെ ഇവിടുന്ന് കൂട്ടിപ്പോയതിന് ശേഷം ഈ കുട്ടീനെ സ്കൂളിലൊന്നും പറഞ്ഞേക്കലൊന്നുമില്ല. 5-8 മാസം 5-10 മാസം സ്കൂളിലൊന്നും പോകാണ്ട് കുട്ടി അവിടെയുണ്ട് ഇവിടെയുണ്ട് കണ്ട് ഏതെങ്കിലും വീട്ടിലുണ്ട് എന്ന് പറയുന്നതല്ലാതെ കുട്ടീനെ കാര്യമായ രീതിയിൽ സ്കൂളിൽ പറഞ്ഞേക്കോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നപ്പോൾ ഇവന് കൂടുതൽ വേദന ഉണ്ടായി. ഉണ്ണികൃഷ്ണനും ഭാര്യ ഉഷയ്ക്കുമെതിരെ കലാധരന്റെ ഭാര്യ നേരത്തെ ഗാർഹിക പീഡനത്തിന് പരാതി നൽകിയിരുന്നു. പിന്നാലെ യുവതി സ്വന്തം വീട്ടിലേക്ക് താമസം മാറി. എന്നാൽ പിന്നീട് ഈ പരാതി ഒത്തുതീർപ്പാക്കുകയും ഇവർ കലാധരന്റെ വീട്ടിലേക്ക് തിരികെ വരികയും ചെയ്തു. പ്രശ്നം വഷളാകാതിരിക്കാൻ ഉണ്ണികൃഷ്ണനും ഉഷയും വാടക വീട്ടിലേക്കും താമസം മാറി. ഇതിനിടെ വീണ്ടും ഇവർക്കെതിരെ പരാതിയുമായി യുവതി രംഗത്തെത്തി. പിന്നീട് കുട്ടികളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോയി. കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലായതോടെ കലാധരൻ ഇവരെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കലാധരനും അമ്മയും കുട്ടികളുമാണ് വടക്കുംപാട്ട് വീട്ടിൽ താമസിച്ചിരുന്നത്. ഉണ്ണികൃഷ്ണൻ വാടക വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു. ഇതിനിടെയാണ് കുട്ടികളെ വിട്ടുകിട്ടാൻ യുവതി കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ചത്. വിധി പോലീസിനെ സമീപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പോലീസെത്തി കലാധരനോട് കുട്ടികളെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂട്ടമരണം നടന്നത്. കലാധരൻ്റെ അച്ഛൻ വന്ന് റൂം വിളിച്ചിട്ട് കേൾക്കുന്നില്ല. അവസാനം അവൻ റൂം തുറന്ന്
ഉള്ളിൽ കയറി നോക്കി, ഉള്ളിൽ കയറി വിളിച്ചിട്ട് അനങ്ങുന്നില്ല. കുളിച്ച് പുറത്തേക്ക് വന്ന് ആകുമ്പോഴത്തേക്ക് അവിടെ ഒരു ലെറ്റർ കണ്ടു. ആ ലെറ്റർ നോക്കുമ്പോഴത്തേക്ക് ഭാര്യ വീട്ടുകാരൊക്കെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. ആ ലെറ്റർ കൊണ്ട് അവൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ വിവരം കൊടുത്ത് പോലീസുകാരും കൂടെ കൂട്ടി വന്നതിന് ശേഷമാണ് സംഗതി ഞാൻ അറിയുന്നത്. അപ്പോൾ നിലവിളി കേട്ടിട്ടാണ് ഞാൻ അപ്പുറത്തുനിന്ന് ഓടി വന്നത്. കൂട്ടമരണത്തിന്റെ നടുക്കത്തിലാണ് നാട്ടുകാർ. കലാധരൻ നാട്ടിലെ അറിയപ്പെടുന്ന പാചകക്കാരനായിരുന്നു. കൂടാതെ കേറ്ററിംഗ് സർവീസും നടത്തുന്നുണ്ട്. കലാധരനും ഭാര്യയും തമ്മിൽ നിരന്തരം വഴക്കുണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പോലീസിന് നൽകിയ മൊഴി. സാമ്പത്തികമായി ഇവർക്ക് പ്രശ്നങ്ങളില്ലായിരുന്നു. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരുന്നു. ന്യൂസ് 18 കണ്ണൂർ. ബ്യൂറോക്രസിയുടെ ഏറ്റവും വലിയ ശാപമാണ് അഴിമതി. കൈക്കൂലി വാങ്ങി വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ഒരു സംവിധാനത്തെ ആകെയാണ് കളങ്കപ്പെടുത്തുന്നത്. ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥനാണ് ജയിൽ DIG MK വിനോദ് കുമാർ. തടവുകാർക്ക് പരോൾ അനുവദിക്കാനും ജയിലിൽ സുഖസൗകര്യങ്ങൾ ഒരുക്കാനും കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തിയ വിനോദ് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇയാൾക്കെതിരെ വിജിലൻസ് അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെയാണ് നടപടി. ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് DIG MK വിനോദ് കുമാർ തടവുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും കൈക്കൂലി വാങ്ങിയതായി വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. പരോൾ നൽകാൻ പ്രതികളുടെ ബന്ധുക്കളിൽ നിന്നും 1.8 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിനോദ് കുമാറിനെതിരെ ഡിസംബർ 17-ന് വിജിലൻസ് കേസെടുത്തത്. ലഹരി കേസിൽ ജയിൽ കഴിയുന്നവർക്ക് പരോൾ വേഗം ലഭ്യമാക്കാൻ ഇടപെടാമെന്നറിയിച്ചും കൈക്കൂലി വാങ്ങിയെന്നുമാണ് വിജിലൻസിന് ലഭിച്ച വിവരം. DIGയുടെ വീട്ടിലും ക്വാർട്ടേഴ്സിലും വിജിലൻസ് നടത്തിയ റെയ്ഡിൽ ബാങ്ക് രേഖകളും ഭൂമി ഇടപാടുകളുടെ രേഖകളും പിടിച്ചെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ വിജിലൻസ് മേധാവി ശുപാർശ സമർപ്പിച്ചത്. കൊടിസുനിയും അണ്ണൻ സിജിത്തും അടക്കം TP കേസിലെ പ്രതികൾക്ക് ജയിലിൽ സൗകര്യങ്ങൾ ഒരുക്കാൻ ഇവരുടെ ബന്ധുക്കളിൽ നിന്നും വിനോദ് കൈക്കൂലി വാങ്ങിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. സുനിയുടെ കൊട്ടേഷന്റെ തെളിവുകൾ നശിപ്പിക്കാനും വിനോദ് കുമാർ കൂട്ടുനിന്നതായാണ് ആരോപണം. 12 തടവുകാരുടെ ബന്ധുക്കളിൽ നിന്നും വിനോദ് കുമാർ പണം വാങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ വഴിയും ഇടനിലക്കാർ വഴിയുമാണ് പണം വാങ്ങിയിരുന്നത്. വിയ്യൂർ ജയിലിലെ വിരമിച്ച ഉദ്യോഗസ്ഥനായിരുന്നു ഇടനിലക്കാരൻ. സ്ഥലം മാറ്റത്തിനായി വിനോദ് കുമാർ ജീവനക്കാരിൽ നിന്നും പണം വാങ്ങിയിരുന്നുവെന്നും വിവരമുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം അന്വേഷണ പരിധിയിൽ വരും. ഇടനില നിന്നവരടക്കം കൂടുതൽ പേരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. അനധികൃത സ്വത്ത് സമ്പാദനത്തിലും വിനോദ് കുമാറിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. കണ്ണൂർ ജയിൽ സൂപ്രണ്ടായിരുന്നപ്പോൾ സ്ഥിരമായി ജോലിക്ക് ഹാജരാകാത്തതിന് സസ്പെൻഷൻ നടപടി നേരിട്ട ആളാണ് വിനോദ് കുമാർ. TP കേസിലെ പ്രതികൾക്ക് വിയ്യൂരിൽ വഴിവിട്ട സൗകര്യങ്ങൾ ഒരുക്കിയതിനും സസ്പെൻഷൻ ലഭിച്ചു. വിരമിക്കാൻ 4 മാസം ബാക്കി നിൽക്കെയാണ് വിജിലൻസ് കേസിൽ പ്രതിയായി വീണ്ടും സസ്പെൻഷനിലാകുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് വാളയാറിൽ ഇതര സംസ്ഥാന തൊഴിലാളി രാംനാരായണനെ ആൾക്കൂട്ടം തല്ലിക്കൊന്ന സംഭവം സമൂഹ മനസാക്ഷിയെ നടുക്കിയതാണ്. കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി. അട്ടപ്പളം സ്വദേശികളായ വിനോദ് കുമാർ, ജഗദീഷ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ ആകെ 15ഓളം പ്രതികളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഫോൺ ഓഫാക്കി മുങ്ങിയവരെ പിടികൂടാൻ ഊർജിതമായ അന്വേഷണമാണ് നടക്കുന്നത്. അതേസമയം കേസിൽ പോലീസ് കൂടുതൽ ശക്തമായ വകുപ്പുകൾ ചുമത്തി. വാളയാർ അട്ടപ്പള്ളത്ത് ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായൺ ഭയ്യർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം കൂടുതൽ വീഡിയോ ദൃശ്യങ്ങൾ ശേഖരിച്ചു. കേസിന്റെ സ്ഥിതി വിലയിരുത്തി SC/ST അതിക്രമം തടയൽ, ആൾക്കൂട്ട കൊലപാതകം എന്നീ വകുപ്പുകളും ചുമത്തി. 10 അംഗ പ്രത്യേക സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP PM ഗോപകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. സമീപവാസികളുടെ ഫോണുകളിൽ നിന്നുള്ള ഡിജിറ്റൽ തെളിവുകൾക്ക് പുറമെ സാക്ഷിമൊഴികളും CCTV ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. അത് പൂർണ്ണതോതിൽ വിശകലനം ചെയ്ത ശേഷമാകും കൂടുതൽ നടപടി.
സംഭവത്തിനു ശേഷം അറസ്റ്റ് ഭയന്ന് നാട് വിട്ടവരെ തിരിച്ചെത്തിക്കാൻ ഇവരുടെ ബന്ധുക്കളുമായും SIT സംഘം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ കേസിൽ 2 പേർ കൂടി പോലീസ് പിടിയിലായി. കോൺഗ്രസ് പ്രവർത്തകരായ വിനോദ് കുമാർ, CPM പ്രവർത്തകനായ ജഗദീഷ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തി. ആദ്യം കേസ് അന്വേഷിച്ച വാളയാർ പോലീസിന് വീഴ്ചയുണ്ടായെന്ന ആരോപണമുണ്ട്. കൊലപാതകം നടന്നത് 17-നാണ്. പോലീസ് അന്വേഷണം തുടങ്ങിയ 18-ന് 15ഓളം പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരിൽ ഏറെ പേരെയും പിന്നീട് വിട്ടയച്ചു. ഇതിൽ രാംനാരായണനെ മർദ്ദിച്ചവരും ഉൾപ്പെടുന്നതായാണ് സൂചന. ഇവർ പിന്നീട് മൊബൈൽ ഫോൺ ഓഫാക്കി ഒളിവിൽ പോവുകയായിരുന്നു. 18-നാണ് 5 പ്രതികളെയും അറസ്റ്റ് ചെയ്തത്. ഇതിൽ 3 പേർ സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായവരാണ്. ബാക്കി 2 പേരെ പോലീസ് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. രാംനാരായണനെ പിടികൂടി മർദ്ദിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം രാംനാരായണന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. ന്യൂസ് 18 പാലക്കാട്. ശബരിമല സ്വർണ്ണക്കവർച്ചയ്ക്ക് പിന്നാലെ പഞ്ചലോഹ വിഗ്രഹക്കടത്ത് സംബന്ധിച്ച നിർണായക വിവരങ്ങളും പുറത്തു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുമായി ബന്ധമുള്ള പ്രവാസി വ്യവസായി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലാണ് വിഗ്രഹക്കടത്തിനെക്കുറിച്ചുള്ള വിവരങ്ങളുള്ളത്. 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നാണ് വ്യവസായിയുടെ വെളിപ്പെടുത്തൽ. വിഗ്രഹങ്ങൾ വാങ്ങിയത് ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയാണെന്നും ഇടനില നിന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നുമാണ് മൊഴി. സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണം നീളുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങളിലേക്കാണ്. എല്ലാ വശങ്ങളും പരിശോധിക്കാനാണ് SITയുടെ തീരുമാനം. ശബരിമലയിൽ നിന്നാണോ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നുൾപ്പെടെ അന്വേഷിക്കും. പഞ്ചലോക വിഗ്രഹക്കടത്ത് സംബന്ധിച്ച് നിർണായക മൊഴിയാണ് വ്യവസായി നൽകിയത്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ നിന്നാണോ വിഗ്രഹങ്ങൾ കടത്തിയതെന്നുൾപ്പെടെ അന്വേഷിക്കും. സ്വർണ്ണ കവർച്ച കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായെന്നും വിഗ്രഹങ്ങൾ വാങ്ങിയത് ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയുമാണെന്നാണ് മൊഴിയിൽ പറയുന്നത്. 2019-20 കാലഘട്ടത്തിൽ വിഗ്രഹക്കടത്ത് നടന്നതായാണ് വ്യവസായി പറഞ്ഞിരിക്കുന്നത്. ഡി മണി ആരാണ് എന്നതിനെക്കുറിച്ചും SITക്ക് വിവരം കൈമാറിയിട്ടുണ്ട്. 2020 ഒക്ടോബർ 26-ന് ഡി മണി തിരുവനന്തപുരത്ത് നേരിട്ടെത്തി ശബരിമലയുമായി അടുത്ത ബന്ധമുള്ള ഉന്നതന് പണം കൈമാറിയെന്നാണ് വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്ഥലത്തുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലെത്തി കച്ചവടം ഉറപ്പിച്ച് പണം കൈമാറി. തുടർന്ന് 4 ഘട്ടങ്ങളിലായി പഞ്ചലോക വിഗ്രഹങ്ങൾ കൈമാറിയെന്നാണ് മൊഴിയിൽ പറയുന്നത്. വ്യവസായി പരാമർശിച്ച ഡി മണി പുരാവസ്തു കടത്ത് സംഘത്തിന്റെ ഭാഗമാണെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ പുരാവസ്തു കടത്ത് സംഘത്തിന് ബന്ധമുണ്ടെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ് ആദ്യം രംഗത്തെത്തിയത്. വിദേശത്തുള്ള ഒരു വ്യവസായിയാണ് വിവരം നൽകിയതെന്നും ചെന്നിത്തല പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് SIT വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. സ്വർണ്ണക്കൊള്ളയിൽ ദുരൂഹത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വ്യവസായിയുടെ മൊഴി. അതേസമയം കേസിൽ സ്വർണ്ണ വ്യാപാരി നാഗ ഗോവർദ്ധന്റെ 2 ജാമ്യാപേക്ഷകളിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി. മറുപടി നൽകാൻ SITക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജാമ്യാപേക്ഷ അവധിക്കാലത്തിന് ശേഷം കോടതി പരിഗണിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ ഉൾപ്പെടെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ ഉടൻ അപ്പീൽ നൽകും. അപ്പീൽ നൽകാനുള്ള DGPയുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചു. കേസിൽ അപ്പീൽ നൽകുമെന്ന് മന്ത്രിമാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ദിലീപിന്റെ സ്വകാര്യ വസതിയിൽ ഡ്രോൺ ഉപയോഗിച്ച് നിയമവിരുദ്ധമായി നിരീക്ഷണം നടത്തുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തുവെന്ന് ആരോപിച്ച് സഹോദരി പരാതി നൽകി. ചില വാർത്താ ചാനലുകൾക്കും മാധ്യമപ്രവർത്തകർക്കുമെതിരെയാണ് ആലുവ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്.
പ്രതികളെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതി വിധിക്കെതിരെയാണ് സർക്കാർ അപ്പീൽ നൽകുക. ഇത് സംബന്ധിച്ച് DGPയുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചു. കേസിൽ 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതികളായ പൾസർ സുനി, മാർട്ടിൻ ആന്റണി, B മണികണ്ഠൻ, VP വിജേഷ്, H സലീം, പ്രദീപ് എന്നിവർക്ക് 20 വർഷം കഠിന തടവ് വിധിച്ചിരുന്നു. കേസിലെ ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായാണ് കോടതി വ്യക്തമാക്കിയത്. കേസിൽ 8ാം പ്രതിയായിരുന്നു ദിലീപ്. വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് നേരത്തെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ദിലീപിന്റെ സ്വകാര്യ വസതിയിൽ ഡ്രോൺ ഉപയോഗിച്ച് നിയമവിരുദ്ധമായി നിരീക്ഷണം നടത്തുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു എന്നാരോപിച്ച് സഹോദരി S ജയലക്ഷ്മി സുരാജ് ആലുവ സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് പരാതി നൽകി. ഡിസംബർ 8-ന് ആലുവയിലെ പത്മസരോവരം എന്ന വസതിയിൽ അതിക്രമിച്ചു കയറി ഡ്രോൺ ഉപയോഗിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉൾപ്പെടെയുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചു എന്ന് പരാതിയിൽ പറയുന്നു. വീട്ടിലെ അംഗങ്ങളുടെ സമ്മതമോ മുൻകൂർ അനുമതിയോ കൂടാതെയാണ് ഡ്രോൺ പ്രവർത്തിപ്പിച്ചത്. ഇത് സ്വകാര്യതയുടെ നഗ്നമായ ലംഘനമാണ്. നിരീക്ഷണത്തിനായി ഉപയോഗിച്ച ഡ്രോണുകൾ, മെമ്മറി കാർഡുകൾ, സ്റ്റോറേജ് ഡിവൈസുകൾ, അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ പിടിച്ചെടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. സത്യപ്രതിജ്ഞയുടെ പിറ്റേന്ന് തട്ടിപ്പ് കേസിൽ നഗരസഭാംഗം പിടിയിലായതിന്റെ ഞെട്ടലിലാണ് ആലപ്പുഴ കായംകുളം നിവാസികൾ. ചേരാവള്ളി നോർത്ത് 26-ാം വാർഡ് കൗൺസിലർ നുജുമുദ്ദീൻ ആലുമുട്ടലിനെയാണ് നൂർനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാപാരി വ്യവസായി കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റായിരിക്കെ സംഘത്തിന്റെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തെന്നാണ് കേസ്. അറസ്റ്റ് വിവരമറിഞ്ഞ് തട്ടിപ്പിനിരയായ നിരവധി പേരാണ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ തടിച്ചുകൂടിയത്. കായംകുളം ചേരാവള്ളി നോർത്ത് 26-ാം വാർഡിൽ നിന്ന് സ്വതന്ത്രനായി ജയിച്ച നുജുമുദ്ദീൻ ഞായറാഴ്ചയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് കൗൺസിലറായി ചുമതലയേറ്റത്. ഇതിന് അടുത്ത ദിവസമാണ് തട്ടിപ്പ് കേസിൽ നുജുമുദ്ദീനെ നൂറനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാപാരി വ്യവസായി കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റായിരിക്കെ സംഘത്തിന്റെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തതായാണ് കേസ്. കായംകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൊസൈറ്റിയുടെ ചാരമൂട് ശാഖയിലായിരുന്നു തട്ടിപ്പ്. 2020 മുതൽ 24 വരെ സൊസൈറ്റി പ്രസിഡന്റായിരുന്നു നുജുമുദ്ദീൻ. സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 6 കോടിയിലധികം രൂപ നഷ്ടം സൊസൈറ്റിക്കുണ്ടായതായി കണ്ടെത്തിയതായാണ് വിവരം. നുജുമുദ്ദീനും കൂട്ടുപ്രതികൾക്കുമെതിരെ 7 കേസുകളാണ് എടുത്തിരിക്കുന്നത്. കായംകുളത്തും ചാരുമൂട്ടിലും സ്വർണ്ണക്കട നടത്തിയിരുന്ന നുജുമുദ്ദീന്റെ നേതൃത്വത്തിൽ സൊസൈറ്റിക്ക് വേണ്ടി വ്യാപാരികളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചിരുന്നു. ചിട്ടിയും തുടങ്ങി. പിന്നീട് വൻ പലിശ വാഗ്ദാനം ചെയ്ത് പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചു. എന്നാൽ നിക്ഷേപകർ ആവശ്യപ്പെട്ടപ്പോൾ തുക തിരിച്ചു കൊടുക്കാനായില്ല. പണം ചോദിച്ചവരെ ഭീഷണിപ്പെടുത്തിയതായും പരാതിയിലുണ്ട്. അറസ്റ്റ് വിവരമറിഞ്ഞ് തട്ടിപ്പിനിരയായ നിരവധി പേർ നൂർനാട് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കായംകുളം. അമിത ലൈംഗികാസക്തി ഒരുതരം മനോരോഗമാണ്. ഇത്തരക്കാർ അതിനായി പല കുറ്റകൃത്യങ്ങളും ചെയ്യും. മലപ്പുറത്ത് മാനസിക പ്രശ്നമുള്ള യുവാവിനെ തട്ടിക്കൊണ്ടുപോയി പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ സംഭവവും ഈ ഗണത്തിൽപ്പെടുന്നതാണ്. കേസിൽ ആദവനാട് സ്വദേശി മുഹമ്മദ് ഷാഫിയെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. യുവാവിനെ സിനിമ കാണിക്കാമെന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയായിരുന്നു പീഡനം. ഇക്കഴിഞ്ഞ ഡിസംബർ 4-നാണ് കേസിനാസ്പദമായ സംഭവം. മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവിനെ വളാഞ്ചേരിയിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയി തൊട്ടടുത്ത കുറ്റിക്കാട്ടിലെത്തിച്ച് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നാണ് കേസ്.
ആദവനാട് കാട്ടിലങ്ങാടി സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് കേസിൽ പിടിയിലായത്. ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്ന യുവാവിനെ സിനിമ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഷാഫി ഓട്ടോയിൽ കയറ്റിയത്. പിന്നീട് പട്ടാമ്പി റോഡിലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപം കുറ്റിക്കാട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. ബസ് കാത്തു നിന്നിരുന്ന 60% മാനസിക വൈകല്യമുള്ള ഒരു 23 വയസ്സുകാരനെ ഇയാൾ കുറച്ചുനേരം വാച്ച് ചെയ്ത ശേഷം അവനെ സിനിമ കാണാമെന്ന് പ്രലോഭിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി വളാഞ്ചേരി സ്റ്റേഡിയത്തിൻ്റെ പിന്നിലെ കുറ്റിക്കാട്ടിൽ വെച്ച് ബലമായി വസ്ത്രമഴിച്ച് ക്രൂരമായിട്ട് പീഡനത്തിനിരയാക്കി. അതിന് ശേഷം അവന് പെങ്ങൾ വാങ്ങിക്കൊടുത്തിരുന്ന പുതിയ വില പിടിച്ച ഫോൺ ഇയാൾ മർദ്ദിച്ച ശേഷം ഇതുമായി കടന്നു കളഞ്ഞു. ഈ ഒരു വ്യക്തിയെക്കുറിച്ച് അന്വേഷിച്ചു. പോലീസിന് ആദ്യം സൂചനയൊന്നും കിട്ടിയില്ല. പിന്നീട് സോഷ്യൽ മീഡിയയിലും മറ്റും നമ്മൾ കൊടുത്ത് ഗൾഫിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ പ്രകാരമാണ് ഇത്തരം ഒരാളെ പറ്റി സൂചന കിട്ടുന്നത്. തുടർന്ന് യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും കയ്യിലുള്ള മൊബൈൽ ഫോൺ പിടിച്ചുപറിക്കുകയും ചെയ്തു. വളാഞ്ചേരി പോലീസിന് ലഭിച്ച പരാതിയെ തുടർന്നാണ് ആദവനാട് നിന്നും പ്രതിയെ പിടികൂടിയത്. 2020-ൽ 16 വയസ്സുള്ള കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതിയിൽ ഷാഫിക്കെതിരെ പോക്സോ കേസ് നിലവിലുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. വളാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ വിനോദ് വലിയാട്ടൂർ, SCPO ശൈലേഷ്, CPO വിജയനന്ദു എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 തിരൂർ. ഇടുക്കിയിൽ വയോധികയെ കെട്ടിയിട്ട് സ്വർണവും പണവും അപഹരിച്ച സംഭവത്തിൽ കൊച്ചുമകനും പെൺസുഹൃത്തും പിടിയിൽ. രാജകുമാരി നടുമറ്റം സ്വദേശിനി മറിയക്കുട്ടിയെ കെട്ടിയിട്ട് കവർച്ച നടത്തിയ കേസിലാണ് കൊച്ചുമകൻ സൈബു തങ്കച്ചനും സുഹൃത്ത് അനില ജോസും പിടിയിലായത്. കേസിലെ പ്രതിയായ മറ്റൊരു സ്ത്രീ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. ഇനി ഒരു പ്രതി കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഈ മാസം 16-നാണ് നടുമറ്റം പാലേക്കുന്നിൽ ടോമിയുടെ വീട്ടിൽ കവർച്ച നടന്നത്. രാവിലെ 9:30-ഓടെയായിരുന്നു സംഭവം. ടോമിയുടെ മാതാവ് 80 വയസ്സുകാരിയായ മറിയക്കുട്ടി മാത്രമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 അംഗ സംഘമാണ് വീട്ടിലെത്തിയത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഘം മറിയക്കുട്ടിയെ തുണി ഉപയോഗിച്ച് ഊണുമേശയിൽ കെട്ടിയിടുകയായിരുന്നു. തുടർന്ന് ഇവരുടെ വിരലിലുണ്ടായിരുന്ന 8 ഗ്രാം തൂക്കം വരുന്ന 3 മോതിരങ്ങൾ ഊരിയെടുത്തു. അലമാര തുറന്ന് അതിലുണ്ടായിരുന്ന 3000 രൂപയും അപഹരിച്ചു. ഇതിനിടയിൽ കെട്ടഴിച്ച് പുറത്തേക്കോടിയ മറിയക്കുട്ടി ഒച്ചവെച്ച് ആളെ കൂട്ടുകയായിരുന്നു. അടുത്ത പറമ്പിൽ തടിപ്പണി ചെയ്തിരുന്നവർ എത്തിയപ്പോഴേക്കും സംഘം ഓടി രക്ഷപ്പെട്ടു. രാജാക്കാട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കോട്ടയം മണർകാടുള്ള വാടക വീട്ടിൽ നിന്ന് സോണിയ എന്ന് വിളിക്കുന്ന സരോജയെ പോലീസ് പിടികൂടി. സരോജയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മോഷണത്തിന്റെ മുഖ്യ സൂത്രധാരനായ പന്നിയാർകുട്ടി കൊല്ലിപ്പള്ളിയിൽ സൈബു തങ്കച്ചനിലേക്ക് അന്വേഷണം എത്തിയത്. മറിയക്കുട്ടിയുടെ മകളുടെ മകനാണ് പ്രതി. സൈബു തങ്കച്ചന് പുറമെ കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ പെൺസുഹൃത്തും പോലീസ് പിടിയിലായി. പാലക്കാട് നിന്നുമാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത്. കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. സൈബുവാണ് മോഷണത്തിന് പിന്നിലെന്നറിഞ്ഞ നാട്ടുകാർ നടുക്കത്തിലാണ്. എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമുണ്ടായി. വേറൊന്നും അറിയില്ല. ഇത്തവണ ബാംഗ്ലൂർ പോയായിരുന്നു. അവിടെ മകൻ്റെ കല്യാണമായിരുന്നേ. അതിന് അമ്മ 1 മാസം പോയി നിന്നേച്ച് വന്നു. അന്നേരം അവൻ വന്നായിരുന്നു. കൊച്ചുമോൻ ഇവിടെ വരുമ്പോഴും കാണുമ്പോഴൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നോ? സ്നേഹമൊക്കെയാ. ഇങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമായി പോയി. ഭയങ്കര വിഷമായി പോയി. കിടന്നിട്ട് ഉറക്കം പോലും വന്നില്ല ഇന്നലെ. എറണാകുളത്ത് ദൂരെയുള്ള ആൾക്കാരെ കൊണ്ട് നമ്മെ കൊല്ലാൻ വിട്ടപ്പോൾ എന്നാ ചെയ്യുന്നു? മാനെ വെട്ടി ശ്രമം കാണുമെന്നാണ് അറിഞ്ഞത്. 2-3 പ്രാവശ്യം അരിവായും കഴിച്ചാൽ കൊണ്ട് വെച്ചു. അമ്മ തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം അമ്മയ്ക്ക് പ്രതീക്ഷയില്ല ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുമെന്ന്. മകള് വിളിച്ചു. മോതിരമൊക്കെ കൊണ്ടുപോട്ടെന്ന് അവൾ പറഞ്ഞു.
സഹോദരീപുത്രൻ എന്ന പരിഗണന പ്രതി അർഹിക്കുന്നില്ലെന്നും പരമാവധി ശിക്ഷ ലഭിക്കണമെന്നും ടോമി പറഞ്ഞു. പിന്നെ നാട്ടിൽ അവരിങ്ങനെ ഒരു സംശയം പറഞ്ഞപ്പോൾ നമ്മൾ ആ വഴിക്ക് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ ആണ് ഇവന് ഇതിന് പങ്കുണ്ടെന്ന് അറിയുന്നത്. അങ്ങനെയാണ് അവർ പോയി പിടിക്കുകയും കൊണ്ടുവരുന്നതും. അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ കാരണമായിട്ട് ഒരു മാസം മുമ്പോടെ അവനുമായിട്ട് നമ്മളിപ്പോൾ ബന്ധപ്പെട്ടത്. അവന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട കാര്യമുള്ളൂ. അത്യാവശ്യം എല്ലാവർക്കും നല്ല നിലയിൽ ജീവിക്കുന്നവരാണ്. ഈ സൈസ് പണി കാണിക്കേണ്ട കാര്യമില്ല. ഇവനെയും അവിടെ എല്ലാവരും നാട്ടിൽ നിന്ന് വന്നവരായതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. ഈ മണ്ണക്കാട് ആ ഭാഗങ്ങളൊക്കെ അവരെല്ലാം അവരൊന്നും കൊടുത്തൊക്കെയല്ലേ വന്നതാണ്. അതൊന്നും നമുക്കൊന്നും അറിയാൻ പറ്റില്ല. പിന്നെ ഇനി കേസ് അങ്ങനെ പോട്ടെ, എല്ലാവരും നമ്മൾ എന്ത് ചെയ്യണം. അടിമാലി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികർ ഏറ്റവും അധികം പേടിക്കുന്നത് മോഷ്ടാക്കളെയാണ്. മലപ്പുറം വണ്ടൂരിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധയുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ് സ്വർണം കവർന്നു. മുഖംമൂടിധാരികളായ 3 അംഗ സംഘമാണ് വീട്ടിൽ അതിക്രമിച്ച് കയറി കവർച്ച നടത്തിയത്. 2 പവൻ തൂക്കം വരുന്ന 2 വളകളാണ് കത്രിക ഉപയോഗിച്ച് ഇവർ മുറിച്ചെടുത്തത്. വണ്ടൂർ അമ്പലപ്പടിയിൽ ചൊവ്വാഴ്ച രാത്രി 8:30യോടെയാണ് സംഭവം. അമ്പലപ്പടിയിൽ താമസിക്കുന്ന ചന്ദ്രമതി എന്ന 63-കാരിയെയാണ് 3 അംഗ സംഘം വീട്ടിൽ അതിക്രമിച്ചു കയറി മുളകുപൊടി മുഖത്തെറിഞ്ഞ് ആക്രമിച്ച് സ്വർണം കവർന്നത്. മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ചന്ദ്രമതിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയയുടൻ തന്നെ മുഖത്ത് മുളകുപൊടി എറിയുകയായിരുന്നു. തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന കത്രിക ഉപയോഗിച്ച് ചന്ദ്രമതിയുടെ കയ്യിലുണ്ടായിരുന്ന 2 പവനോളം തൂക്കം വരുന്ന 2 വളകൾ മുറിച്ചെടുത്തു. ഇതിനു പിന്നാലെ മോഷ്ടാക്കൾ കടന്നുകളയുകയും ചെയ്തു. ചന്ദ്രമതി ഉടൻ തന്നെ നിലവിളിച്ച് അയൽക്കാരെ കൂട്ടി. ഇവരാണ് പോലീസിനെ വിവരമറിയിച്ചത്. മുളകുപൊടി പ്രയോഗത്തിന്റെ അസ്വസ്ഥതയല്ലാതെ ചന്ദ്രമതിക്ക് മറ്റ് കാര്യമായ പരിക്കുകളൊന്നും ഏറ്റിട്ടില്ല. പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഞാൻ ശബ്ദം കേട്ടപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയതാണ്. വാതിൽ തുറന്നോടുകൂടി 2-3 ആളെ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് തള്ളി കയറി. പിന്നെ പിടിച്ച് വായും മൂക്കൊക്കെ പൊത്തി പിടിച്ച് കയ്യുമലുള്ള വളയൊക്കെ ഊരി അവർ പോയി പൊട്ടിച്ചെടുത്തു. കഴുത്തിൽ തപ്പിയൊന്നും കിട്ടിയില്ല. കാതിലത്തത് ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. അതുകൊണ്ട് അത് തന്നെ ഉണ്ടായിട്ടുള്ളൂ. 3 ആളുണ്ട്. ഒരു കുട്ടി ഇട്ടത് പാൻറ്റും ടീഷർട്ടും. മുഖം ഞാൻ പറഞ്ഞില്ല, നമ്മളെ ഈ കണ്ണിൻ്റെ ഇവിടെ മാത്രമേ ഉള്ളൂ കാണാൻ. ബാക്കി ആ മാമൻ അതാണ് ഇട്ടിരിക്കുന്നത്. ടീഷർട്ടും പാൻറ്റും ആണ്. മെല്ലെ ഞാൻ ലോക്ക് നീക്കി. ഈ ശബ്ദം കേട്ടിട്ട് പുറത്തേക്ക് നോക്കാം. നമ്മളെ വെള്ള ടാങ്ക് പുറത്തുണ്ടല്ലോ, അയിമയ്ക്ക് എന്തോ വീണതാന്നാണ് ഞാൻ വിചാരിച്ചത്. മോഷണത്തിനു പിന്നിൽ പ്രദേശവാസികളും ചന്ദ്രമതി ഒറ്റയ്ക്കാണെന്ന് അറിയാവുന്നവരുമാണെന്ന് പോലീസ് കരുതുന്നു. വണ്ടൂരിലെ പ്രാദേശിക ശൈലിയിലാണ് സംസാരിച്ചിരുന്നതെന്ന് ചന്ദ്രമതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വള മുറിച്ചെടുക്കാനുള്ള കത്രികയുമായാണ് മോഷ്ടാക്കൾ എത്തിയതെന്നത് ആസൂത്രിതമായ കവർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ന്യൂസ് 18 തിരൂർ. വാഹനത്തിൽ അഭ്യാസം കാണിക്കുന്നവർ പലപ്പോഴും നിരപരാധികളുടെ ജീവനാണ് എടുക്കുക. തൃശൂർ കയ്പമംഗലത്ത് ജീപ്പ് മറിഞ്ഞ് 9ാം ക്ലാസ് വിദ്യാർത്ഥി മരിക്കാനിടയായത് ഡ്രൈവറുടെ അഭ്യാസത്തിനിടെയാണ്. ചന്ദ്രാപിന്നി ചാമക്കാല കടപ്പുറത്തായിരുന്നു അപകടം. വാഹനമോടിച്ച കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി ഷജീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഞായറാഴ്ച വൈകിട്ട് 6 ചാമക്കാല ബീച്ചിലാണ് അപകടമുണ്ടായത്.
രാജീവ് റോഡ് ബീച്ചിനടുത്ത് പള്ളിത്തറ വീട്ടിൽ ഫൈസലിന്റെ മകൻ മുഹമ്മദ് സിനാനാണ് മരിച്ചത്. സംഭവത്തിൽ കയ്പമംഗലം കുരുക്കുഴി സ്വദേശി സദ്ദാം എന്ന ഷജീറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നരഹത്യക്കാണ് ഇയാളുടെ പേരിൽ കേസ് എടുത്തിട്ടുള്ളത്. ഷജീറിനെ പോലീസ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സുരക്ഷാ മാനദണ്ഡങ്ങളില്ലാതെ കടപ്പുറത്ത് ജീപ്പിൽ അഭ്യാസം നടത്തുകയായിരുന്നു ഷജീർ. സമീപം കളിക്കുകയായിരുന്ന മുഹമ്മദ് സിനാൻ, മുഹമ്മദ് ഷഫീർ, അമീർ എന്ന കുട്ടികളെ വാഹനത്തിൽ കയറ്റി അഭ്യാസം നടത്തുന്നതിനിടെയാണ് ജീപ്പ് മറിഞ്ഞത്. സിനാൻ വാഹനത്തിന്റെ അടിയിൽ പെട്ടുപോവുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. വാഹനം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഫോറൻസിക് വിഭാഗം വാഹനം വിശദമായി പരിശോധിച്ചു. വധശ്രമം, തട്ടിപ്പ്, അടിപിടി ഉൾപ്പെടെ 11 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ ഷജീർ എന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തൃശൂർ. പാലക്കാട് കുട്ടികളടങ്ങുന്ന കരോൾ സംഘത്തെ ആക്രമിച്ച സംഭവം കൂടുതൽ വിവാദത്തിലേക്ക്. മദ്യപിച്ചാണ് കരോൾ നടത്തിയതെന്ന BJP നേതാവ് സി കൃഷ്ണകുമാറിന്റെ ആരോപണമാണ് വിമർശനത്തിനിടയാക്കിയത്. എന്നാൽ വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നതോടെ പൊതുവായി പറഞ്ഞതാണെന്ന് കൃഷ്ണകുമാർ പ്രസ്താവന തിരുത്തി. കുട്ടികളുടെ കരോൾ സംഘത്തിന് നേരെ ആക്രമണം നടത്തിയ കേസിൽ RSS പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അക്രമത്തെ സീറോ മലബാർ സഭ അപലപിച്ചു. കഴിഞ്ഞ ദിവസമാണ് കുട്ടികളുടെ 14-അംഗ കരോൾ സംഘത്തിന് നേരെ RSS പ്രവർത്തകനായ അശ്വിൻ രാജിന്റെ നേതൃത്വത്തിൽ ആക്രമണമുണ്ടായത്. പരാതിയെ തുടർന്ന് അശ്വിൻ രാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിന് പിന്നാലെ BJP നേതാവ് സി കൃഷ്ണകുമാർ കരോൾ സംഘത്തെ അധിക്ഷേപിച്ചതായാണ് ആരോപണം. കരോൾ സംഘം മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കിയെന്നും കള്ളു കുടിച്ചാണ് എത്തിയതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. കരോൾ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഭക്തിപൂർവ്വം ആത്മീയ ഇതോടുകൂടിയിട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. എനിക്ക് എൻ്റെ സാമാന്യ വിവരം വെച്ചിട്ട് കരോള് സംഘങ്ങൾ പോവുക, ആ വീടുകളിൽ പോയി പ്രാർത്ഥന നടത്തും, കരോൾ ഗാനം പാടും, അവിടുന്ന് ചെറിയ സംഭാവനകൾ അവർ കൊടുക്കും, അത് വാങ്ങിയിട്ട് വരുന്ന ആൾ. മദ്യപിച്ച് CPIM-ന്റെ ഏരിയ കമ്മിറ്റിയുടെ ബാങ്ക് സെറ്റുമായിട്ട് പോകുന്ന ആളുകളെ കരോൾ സംഘമായിട്ടാണോ പറയുന്നത്? എന്നാൽ ചോദ്യങ്ങൾ ഉയർന്നതോടെ പൊതുവായി പറഞ്ഞതെന്നായിരുന്നു വിശദീകരണം. ചിലർ തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നമാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് BJP നിലപാട്. നടക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്നും ഭരണകൂടം നടപടി സ്വീകരിക്കണമെന്നും പാലക്കാട് ബിഷപ്പ് പീറ്റർ കൊച്ചുപുരയ്ക്കൽ ആവശ്യപ്പെട്ടു. ഇത് ഒരു കരോൾ സംഘം ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ വളരെ ഭക്തിനിർഭരമായ രീതിയിൽ, ആത്മീയമായ രീതിയിൽ സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണല്ലോ കരോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഒരു ആത്മീയമായ രീതിയിലാണത് പോകേണ്ടതും. മറ്റൊരു തരത്തിലുള്ള സൂചനകളും ഇല്ലാതെ തന്നെയാണ് കരോൾ നടത്തേണ്ടത്. അതങ്ങനെ ഒരു കർമ്മമാണ്. പക്ഷേ ഇതെങ്ങനെയാണ് നടത്തിയത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഏതായാലും ഒരു കരോൾ സംഘത്തെ ആക്രമിക്കുക അല്ലെങ്കിൽ അത് വളരെ അപലപനം. എവിടെയെങ്കിലും കരോൾ സംഘത്തെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ പ്രതിരോധിക്കും എന്ന് DYFI പറഞ്ഞു. പുതുശ്ശേരി സുരഭി നഗറിൽ വെച്ചാണ് കരോൾ സംഘത്തെ ആക്രമിച്ചത്. കരോളിന് ഉപയോഗിച്ച ഡ്രമ്മിൽ CPM എന്നെഴുതി ചോദിച്ചതായിരുന്നു ആക്രമണം. പ്രതി അശ്വിൻ രാജിനെതിരെ വധശ്രമം, കലാപശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി. സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോയെന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു. ന്യൂസ് 18 പാലക്കാട്. സ്വർണ്ണവില പവൻ 1 ലക്ഷം കടന്നതോടെ മോഷ്ടാക്കളും നാട്ടിൽ വിഹരിക്കുകയാണ്. ഒറ്റപ്പാലത്തിനടുത്ത് മായനൂർ മാങ്കുളത്ത് ബൈക്കിലെത്തിയ 2-അംഗ സംഘം വയോധികയുടെ മാല പൊട്ടിച്ച് കടന്നതാണ് ഒടുവിലത്തെ സംഭവം. ക്ഷീരകർഷകയായ മാങ്കുളം പുത്തൻ വീട്ടിൽ വിദ്യാവതിയുടെ മാലയാണ് കവർന്നത്. ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെയായിരുന്നു സംഭവം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു.
ചിറങ്കരയിലെ ക്ഷീരസംഘത്തിൽ കൊടുക്കാനായി പാലുമായി വിദ്യാവതി നടന്നു പോകുന്നതിനിടെയായിരുന്നു കവർച്ച. സംഭവത്തിൽ പഴയന്നൂർ പോലീസ് അന്വേഷണം ഊർജിതമാണ്. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.